നമ്മുടെ സമൂഹത്തില് ഇന്നലകളിൽ മാത്രം നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ജാതീയ വ്യവസ്ഥയും വർണ്ണ വ്യവസ്ഥയും മതത്തിനെയും എല്ലാം ആ വേടൻ ഇന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ തന്നെയാണ് വേടൻ ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നതെന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ കൂടിയും പറ്റില്ല, സിനിമ പാട്ടിൽ കൂടിയും പറ്റില്ല, പിന്നെന്താ ചെയ്യാൻ പറ്റുക? അതിനു വേണ്ടിയിട്ട് സ്വതന്ത്ര കലാരൂപമായിട്ടുള്ള റാപ്പിനെ വികസിപ്പിച്ചെടുക്കുക. അങ്ങനെ എടുത്തതിൽ കൂടി തന്നെയും വേടൻ ഈ രീതിയിൽ, അതായത് ഈ പറയുന്ന കലാരൂപമായിട്ട് റാപ്പിനെ കണ്ടെത്തുകയും ആ റാപ്പിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ വരച്ചു കാണിക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ചില ആളുകൾക്ക് കൊണ്ടു, ചില ആളുകളെന്ന് പ്രത്യേകിച്ച് പറയണ്ട, ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സംഘികൾക്ക് കൊണ്ടു. ആ സംഘികൾ കളിച്ച കളിയിൽ കൂടി വേടനെ കൊടുക്കാൻ ശ്രമിച്ചു. അതെങ്ങും എത്തുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ വാലും ചുരുട്ടി ഒരു സൈഡിലിരിക്കുകയാണ്. വേടൻ അവാർഡ് കൊടുത്തതിന്റെ പിന്നാലെ വലിയ കരച്ചിലുമായിട്ട് പല സംഘിമിത്രങ്ങളും സംഘിമിത്രിണികളും എല്ലാം രംഗത്തേക്ക് വന്നു. ഇതെല്ലാം തലയുമില്ല, വാലുമില്ല, ആട് പോയെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അതിനുശേഷം ഇതുവരെ